നമസ്കാരം. പാലാഴിയിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. കർക്കിടക മാസത്തിലെ നമ്മുടെ രാമായണ യാത്രയുടെ 9ാം ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്നേഹപൂർവ്വം സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ലക്ഷ്മണന്റെ നിസ്വാർത്ഥ സേവനത്തെക്കുറിച്ച് സംസാരിച്ചു. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് രാമായണത്തിലെ ഏറ്റവും മഹത്തായ, എന്നാൽ പലപ്പോഴും വേണ്ടത്ര ചർച്ച ചെയ്യപ്പെടാത്ത ഒരു കഥാപാത്രത്തെയാണ്, ഭരതൻ. രാമായണം വായിച്ച ശേഷം ആരെങ്കിലും ചോദിച്ചാൽ രാമായണത്തിലെ ഏറ്റവും നിസ്വാർത്ഥനായ വ്യക്തി ആരാണ്? പലരും ഹനുമാനെ പറയും, ചിലർ ലക്ഷ്മണനെ പറയും. പക്ഷേ അനേകം ആചാര്യന്മാർ പറയുന്നത് ഭരതൻ നിസ്വാർത്ഥതയുടെ അതുല്യ മാതൃകയാണ്. എന്തുകൊണ്ടാണെന്ന് നമുക്ക് നോക്കാം. ഭരതൻ കൈകേയിയുടെ മകനായിരുന്നു. രാമന്റെ വനവാസത്തിന് കാരണം തന്റെ അമ്മയാണെന്ന് അറിഞ്ഞപ്പോൾ അദ്ദേഹം സന്തോഷിച്ചില്ല, സിംഹാസനം സ്വീകരിച്ചില്ല. പകരം സ്വന്തം അമ്മയുടെ പ്രവൃത്തിയെ ശക്തമായി എതിർത്തു. ഇവിടെയാണ് ഭരതന്റെ മഹത്വം. സ്നേഹം എന്നത് തെറ്റിനെ ന്യായീകരിക്കുന്നതല്ല, സ്വന്തം അമ്മയാണെങ്കിൽ പോലും. ധർമ്മത്തിന് വിരുദ്ധമായ കാര്യത്തെ അദ്ദേഹം സ്വീകരിച്ചില്ല. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ പലപ്പോഴും നമ്മൾ കാണുന്നത് സ്വന്തം ആളാണ് എന്ന പേരിൽ തെറ്റിനെ പോലും ന്യായീകരിക്കുന്നു. രാമായണം നമ്മെ മറ്റൊരു വഴി കാണിക്കുന്നു. ബന്ധങ്ങളെ സ്നേഹിക്കാം, പക്ഷേ ധർമ്മത്തെ അതിലും കൂടുതൽ സ്നേഹിക്കണം. ഭരതൻ വനത്തിലേക്ക് പോയി ശ്രീരാമന്റെ മുന്നിൽ വീണു പറഞ്ഞു, ജ്യേഷ്ഠ, അയോധ്യയിലേക്ക് തിരികെ വരണം. രാജ്യം അങ്ങയുടേതാണ്. അത് അധികാരത്തിന് വേണ്ടിയുള്ള അപേക്ഷയല്ലായിരുന്നു, ധർമ്മത്തിനു വേണ്ടിയുള്ള അപേക്ഷയായിരുന്നു. പക്ഷേ ശ്രീരാമൻ എന്തു പറഞ്ഞു? അച്ഛന് ഞാൻ വാക്ക് നൽകിയിട്ടുണ്ട്, 14 വർഷം പൂർത്തിയാകാതെ ഞാൻ മടങ്ങി വരില്ല. അപ്പോൾ ഭരതൻ ഒരു തീരുമാനമെടുത്തു. അദ്ദേഹം രാജാവായില്ല. ശ്രീരാമന്റെ പാദുകങ്ങൾ സിംഹാസനത്തിൽ പ്രതിഷ്ഠിച്ചു. സ്വയം രാജാവെന്നല്ല, രാമന്റെ പ്രതിനിധിയായി മാത്രം രാജ്യം ഭരിച്ചു. ഈ പാദുകാഭിഷേകം ഒരു ചടങ്ങ് മാത്രമായിരുന്നില്ല, അതിന് ഒരു ആഴമുള്ള ആത്മീയ സന്ദേശമുണ്ട്. പാദുകങ്ങൾ എന്തിന്റെ പ്രതീകമാണ്? ധർമ്മത്തിന്റെ. ഭരതൻ ലോകത്തോട് പ്രഖ്യാപിക്കുകയായിരുന്നു, ഈ രാജ്യം എന്റേതല്ല, ധർമ്മത്തിന്റേതാണ്. ഇന്ന് നാം സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയും അധികാരത്തിന് വേണ്ടിയും സമ്പത്തിന് വേണ്ടിയും മത്സരിക്കുന്നു. ഭരതൻ പഠിപ്പിക്കുന്നത് മറ്റൊന്നാണ്. അധികാരം ലഭിക്കുന്നതിനേക്കാൾ വലിയതാണ് അധികാരത്തിന് അർഹനായവനെ ആദരിക്കുക എന്നത്. ഭരതൻ നന്ദിഗ്രാമത്തിൽ വളരെ ലളിതമായ ജീവിതം നയിച്ചു. കൊട്ടാരത്തിൽ താമസിച്ചില്ല, ആഡംബരം ആസ്വദിച്ചില്ല. ഓരോ ദിവസവും ശ്രീരാമന്റെ മടങ്ങി വരവിനായി കാത്തിരുന്നു. 14 വർഷം. ഒരു ദിവസം പോലും ആ പ്രതീക്ഷ നഷ്ടപ്പെടുത്തിയില്ല. ഇത് വെറും സഹോദര സ്നേഹമല്ല, ഇത് ഭക്തിയാണ്. ഭരതന്റെ ജീവിതത്തിൽ നിന്ന് നമുക്ക് എന്താണ് പഠിക്കാൻ കഴിയുക? ഒന്നാമതായി, അധികാരം വിനയത്തോടെ ഉപയോഗിക്കണം. രണ്ടാമതായി, തെറ്റ് സ്വന്തം വീട്ടിൽ നിന്നാണെങ്കിലും തെറ്റാണെന്ന് പറയാൻ ധൈര്യം വേണം. മൂന്നാമതായി, മറ്റുള്ളവരുടെ വിജയത്തിൽ അസൂയപ്പെടാതെ സന്തോഷിക്കാൻ പഠിക്കണം. ഒരു മനോഹരമായ കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഭരതന് രാമനോട് അസൂയയില്ല, രാമന് ഭരതനോടും അസൂയയില്ല, ലക്ഷ്മണന് രണ്ടുപേരോടും അസൂയയില്ല. ഇന്നത്തെ കുടുംബങ്ങൾക്ക് ഇതിനേക്കാൾ വലിയ സന്ദേശം വേറെയുണ്ട്. ഇന്ന് നമ്മുടെ വീടുകളിൽ സഹോദരങ്ങൾ തമ്മിൽ അകൽച്ചയുണ്ടെങ്കിൽ, സ്വത്തിന്റെ പേരിൽ തർക്കങ്ങളുണ്ടെങ്കിൽ, ഒരിക്കൽ ഭരതന്റെ ജീവിതം വായിച്ചു നോക്കൂ. ഒരുപക്ഷെ നമ്മുടെ മനസ്സ് മാറും. കാരണം സ്നേഹം ജയിക്കുന്നിടത്ത് സ്വത്ത് തോൽക്കും. ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഒരു ചെറിയ ചിന്ത. നിങ്ങൾക്ക് ഒരു വലിയ സ്ഥാനം ലഭിച്ചാൽ അത് നിങ്ങളുടെ അഹങ്കാരം കൂട്ടുമോ, അതോ നിങ്ങളുടെ വിനയം കൂട്ടുമോ? ഭരതന്റെ ജീവിതം പറയുന്നത് യഥാർത്ഥ മഹത്വം ഉയരത്തിലെത്തുന്നതിലല്ല, ഉയർന്നിട്ടും വിനയത്തോടെ നിൽക്കുന്നതിലാണ്. നാളത്തെ വീഡിയോയിൽ നമുക്ക് രാമായണത്തിലെ മറ്റൊരു അധികം സംസാരിക്കപ്പെടാത്ത മഹത്തായ വ്യക്തിയെ പരിചയപ്പെടാം, ശത്രുഘ്നൻ. എന്തുകൊണ്ടാണ് രാമായണത്തിൽ അദ്ദേഹത്തെ കുറച്ചു മാത്രം പറയുന്നത്? നിശബ്ദമായി ജീവിച്ച മഹത്വം എന്താണ്? അതാണ് നാളത്തെ വിഷയം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ, പാലാഴി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഈ സന്ദേശം നിങ്ങളുടെ കുടുംബാംഗങ്ങളുമായും സുഹൃത്തുക്കളുമായും പങ്കുവയ്ക്കൂ. ഈ കർക്കിടക മാസത്തിൽ ഭരതന്റെ വിനയവും ധർമ്മബോധവും നിങ്ങളുടെ ജീവിതത്തിലും കുടുംബത്തിലും നിറഞ്ഞിരിക്കട്ടെ. ജയ് ശ്രീരാം. നന്ദി, നമസ്കാരം.